ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ ബാക്കി വന്ന ചോറും അതേപോലെ തന്നെ പഴമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി സ്വീറ്റ് ഹൽവയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ നമ്മുടെ വായിലൊക്കെ ഇട്ടാൽ അങ്ങ് അലിഞ്ഞിറങ്ങുന്ന രീതിയിൽ അത്രയ്ക്ക് നല്ല പഞ്ഞി പോലെയാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെയാണെങ്കിൽ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കുക. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ അടിപൊളി റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് വലിയ നേന്ത്രപ്പഴമൊന്നുമല്ല, ഒരു മീഡിയം സൈസുള്ളതായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നല്ല വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. മാത്രമല്ല ഇതേപോലെ നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമ്മുടെ ഈ പഴം രണ്ടും ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടതായി ഇതേപോലെ നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അങ്ങ് തീരെ പൊടിയായിട്ടൊന്നും കട്ട് ചെയ്യണ്ട, ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. ഇതിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ തേങ്ങാപ്പാലല്ല, ഞാൻ മറിച്ച് കവർപ്പാലാണ് എടുത്തിരിക്കുന്നത്, പശുമ്പാലാണ്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ 1 കപ്പ് തേങ്ങാപ്പാൽ തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല കട്ടിപ്പാൽ തന്നെ എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഈ പാലെടുത്തതേ ഉള്ളൂ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതും കൂടി ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ കൂടെ 2 ഏലക്കയോ അല്ല എങ്കിൽ കുറച്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ ഇതാ നമ്മളിവിടെ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ വലിയൊരു ബൗൾ എടുക്കുവാണെങ്കിൽ മിക്സ് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ലപോലെ എളുപ്പം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ അരപ്പ് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്, കാരണം 2 പഴവും 1 കപ്പ് പാലും കൂടി ചേർത്തുകൊണ്ട് തന്നെ നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ചെറിയൊരു വിസ്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അരച്ചെടുക്കേണ്ട ചേരുവ എന്ന് പറയുന്നത് നമ്മുടെ ചോറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ തന്നെ 2 കപ്പ് ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് അരയ്ക്കാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്നും നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒരുപാടൊന്നും കൂടി പോകണ്ട, ഒരു 1/4 കപ്പ് മാത്രം മതിയാവും. ഒട്ടും തന്നെ കട്ടകളോ തരികളോ ഇല്ലാതെ നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് നമ്മൾ നേരത്തെ പഴം മാറ്റി വെച്ച അതേ ബൗളിലേക്ക് തന്നെ ഇതും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ അരപ്പും അതേപോലെ തന്നെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു കോൺഫ്ലവറിൻ്റെ മിക്സും കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലവറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി തന്നെ ചേർത്ത് ഒന്നും കട്ടകളില്ലാതെ നമുക്കൊന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ അത് നല്ലതുപോലെ ഒന്ന് കട്ടിയായിട്ട് വരുള്ളൂ. ശരിക്കും ഒന്ന് കുറുകി വരുമ്പോൾ നല്ല രീതിയിൽ വരണമെങ്കിൽ നമ്മൾ ഈ കോൺഫ്ലവർ എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവറും പഴവും അതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോറും നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ മിക്സൊക്കെ ആണെങ്കിലും ഇവിടെ നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, അതാ ഇത്രയും മതിയാവും. ഇപ്പോൾ ഇതാ നമ്മുടെ ഉപ്പും കൂടി ചേർത്ത് നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ മിക്സിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. അപ്പോൾ ആ ശർക്കര നമുക്ക് പതുക്കെ ഒന്ന് ഉരുക്കി വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് ശർക്കര ചീകിയതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചീകിയ ശർക്കരയാണ് 1 കപ്പ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ മധുരം ഏതാണ്ട് കറക്റ്റ് ആയിരിക്കും, ഒരുപാട് കൂടുതലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് ഇതേപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ശർക്കര മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഉരുക്കി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ആണെങ്കിലും ഒരു അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇതേപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ എടുക്കുമ്പോൾ അത്യാവശ്യം വലിയ പാൻ തന്നെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും വലിയ പാൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അടുത്തേക്ക് നെയ്യാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്.
നമ്മുടെ ഈ നെയ്യൊക്കെ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ആ പഴത്തിൻ്റെയും ചോറിൻ്റെയും മിക്സും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം വേണം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ശർക്കര നമുക്കിതിനകത്തേക്കൊന്ന് അരിച്ചിട്ട് ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അരിച്ചൊഴിച്ചാൽ മാത്രമേ അതിനകത്ത് എന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചിട്ട് വേണം നമ്മളതൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ശർക്കരപ്പാനിയും അതേപോലെ തന്നെ നമ്മുടെ ഈ മിക്സും ഒക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരികയാണ് ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ വീതം നെയ്യ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാനൊരു 5-6 ടേബിൾ സ്പൂൺ അടുത്തേക്ക് നെയ്യ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഹൽവ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നെയ്യ് ചേർക്കുമ്പോൾ ഒരിക്കലും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇതേപോലെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ കുറച്ച് നെയ്യ് വേണം നമ്മളൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്, പക്ഷേ ശരിക്കും അങ്ങ് തിക്കായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിരുന്ന് നല്ലതുപോലെ തന്നെ കൈയെടുക്കാതെ കുറേ നേരം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചേർത്ത് കൊടുത്ത മുഴുവൻ നെയ്യും ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് ഇടവിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ കാഷ്നട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മുടെ ആ നെയ്യിലും അതേപോലെ തന്നെ ഈ മിക്സിലും കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി ശരിക്കും ഇങ്ങ് റെഡിയായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഹൽവയുടെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ചും കൂടി നെയ്യ് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണ് കറക്റ്റായിട്ട് വന്നത്. നമ്മുടെ പാനിൽ നിന്നൊക്കെ ശരിക്കും വിട്ട് നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുറുകി ശരിക്കും അങ്ങ് തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഉരുട്ടി നോക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മിക്സ് റെഡിയായെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതേപോലെ വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇതേപോലൊരു ടിന്നിലേക്ക് അതൊന്ന് സെറ്റാക്കാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ ഇതേപോലൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നെയ്യ് പറ്റി കൊടുത്തതിന് ശേഷം ഇതേപോലെ എല്ലായിടത്തേക്കും ഒന്ന് എത്തിച്ച് കൊടുത്താൽ മാത്രമേ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് പുറത്തേക്ക് എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അല്ല, ഇതിനകത്തേക്ക് കുറച്ച് വെള്ള എള്ളോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കാഷ്നട്ട് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ബദാം നമ്മുടെ ആ കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് എത്തിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ആ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കണ്ടോ, നമ്മൾ മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വേണം നമ്മുടെ മിക്സ് ഇരിക്കാനായിട്ട്. നമ്മുടെ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് കട്ടിയോ അങ്ങനെ ഒന്നും തന്നെ ആയിട്ടില്ല. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേൽഭാഗമൊക്കെ ആണെങ്കിലും ഇതേപോലെ സ്പൂൺ വെച്ച് പതുക്കെ നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം. നമുക്ക് ഈ കേക്ക് ടിൻ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. നമ്മുടെ സ്റ്റീൽ പ്ലേറ്റിലാണെങ്കിലും അതേപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റീൽ പ്ലേറ്റിലാണല്ലോ, അപ്പോൾ അതേ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി വന്ന കുറച്ച് ബദാമും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ തണുക്കാനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ കുറച്ച് ഉള്ളുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തെങ്കിലും വേണ്ടിവരും നന്നായിട്ടൊന്ന് തണുത്ത് വരാനായിട്ട്. അല്ല, നമ്മൾ പ്ലേറ്റിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ കുറച്ച് പരന്ന പാത്രത്തിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങ് തണുത്ത് വന്നോളും. ഇപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് ശരിക്കും ഒന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ശരിക്കും നന്നായിട്ട് തണുത്ത് മേൽഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ നെയ്യൊക്കെ പറ്റി കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. കണ്ടോ, കാണാൻ തന്നെയാണെങ്കിലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതേപോലെ തൊട്ട് നോക്കുമ്പോഴേ തന്നെയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ആ നെയ്യൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ വന്ന് നന്നായിട്ട് പഞ്ഞി പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതേപോലെ നമ്മുടെ ഹൽവ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. ഉറപ്പായിട്ടും ഇഷ്ടമാവും. നല്ല ഹെൽത്തി ആയിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ കുട്ടീസിനൊക്കെ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ മറ്റുള്ളവരിലേക്കും നമ്മുടെ ഈ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.